പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹന്നത്ത് ടീച്ചർ. നമ്മളുടെ പുതിയ ഹിന്ദി ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റായ GM ജീഫറിൽ ആദ്യമായി കബീർദാസ് ജിയുടെ ഒരു ദോഹയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ശ്രീ രമേശ് ഉപാധ്യായ് ജിയുടെ ജട്ട്പട്ട് ഔർ നട്ട്കട്ട് എന്ന മനോഹരമായ കഥയും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് നോക്കാം. GS जीफर का मतलब पूरी तरह से पूरी स्वतंत्रता और उत्साह के साथ जीवन जीना है. इसका आशय है कि व्यक्ति अपने जीवन के हर पल का आनंद उड़ाए. അതായത് മനസ്സ് തുറന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുക, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയും ഉത്സാഹത്തോടും കൂടി ജീവിക്കുക. ഈ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിന് പ്രേരണ നൽകുന്ന ഒന്നാണ്. ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. തുടർന്ന് കബീർദാസിൻ്റെ ഒരു ദോഹയാണ് കൊടുത്തിരിക്കുന്നത്. പ്രാചീന ഹിന്ദി സാഹിത്യത്തിലെ സുപ്രസിദ്ധ കവിയാണ് കബീർദാസ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള ഒരു ദോഹയാണിത്. പോഥി പടി പടി ജഗുമുവ പണ്ഡിത് ഭയാൻ ന കോയ് ടായി ആഖർ പ്രേമ കാ പഠേ സോ പണ്ഡിത് ഹോയ്. അതായത് പുസ്തകങ്ങൾ പഠിച്ച് ആളുകൾ മരിക്കുന്നു. പർ കോയി വിദ്വാൻ നഹിം ബൻ പായ, ആരും തന്നെ വിദ്വാൻമാരാകുന്നില്ല. എന്നാൽ ജോ പ്രേം കെ ടായി അക്ഷർ പഠലേത്താ ഹെ, പ്രേമമാകുന്ന 2 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ വഹി സച്ച പണ്ഡിത് ഹോ ജാത്താ ഹെ, അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. संत कबीर इस दोहे के माध्यम से यह बताना चाहते हैं कि केवल पुस्तकों का अध्ययन करने से वास्तविक ज्ञान नहीं प्राप्त होता है. सच्चा ज्ञान प्रेम के अनुभव और समझ में है. प्रेम ही वह सच्चा मार्ग है जो व्यक्ति को वास्तविक ज्ञान तक पहुंचता है. അതായത് സ്നേഹമാണ് മനുഷ്യനെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് കബീർദാസ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് കഹാനിയിലേക്ക് പോകാം. ജട്ട്പട്ട് ഔർ നട്ട്കട്ട്. ശ്രീ രമേശ് ഉപാധ്യായ് ആണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. രമേശ് ഉപാധ്യായിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹിന്ദി സാഹിത്യത്തിലെ സുപ്രസിദ്ധ സാഹിത്യകാരനായ രമേശ് ഉപാധ്യായ് ജനിച്ചത് 1942 മാർച്ച് 1 ഉത്തർപ്രദേശിലെ എറ്റ ജില്ലയിലെ ബഠാരി ബൈസ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജന്മം കൊണ്ടത്. കഹാനികാർ, ഉപന്യാസകാർ, നാടകകൃത്ത്, എഡിറ്റർ എന്നീ മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. ഗണേശ് ശങ്കർ വിദ്യാർത്ഥി അവാർഡ്, ഡൽഹി ഹിന്ദി സാഹിത്യ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 2021 ഏപ്രിൽ 24 കോവിഡ് എന്ന മഹാമാരി ബാധിച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 2 സഹോദരങ്ങളുടെ മനോഹരമായ കഥയാണ് ജട്ട്പട്ട് ഔർ നട്ട്കട്ട്. നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിക്കാം. ഏക് ഥാ ജട്ട്പട്ട്, ഏക് ഥാ നട്ട്കട്ട്. ജട്ട്പട്ട് ബഡാ ഥാ, नटखट छोटा. बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा. दोनों स्कूल में पढ़ते थे. झटपट 5वीं में, नटखट तीसरी में. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. അതായത് ഒരാളുടെ പേര് ജട്ട്പട്ട് എന്നാണ്. അവൻ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിലാണ് ചെയ്യുന്നത്, എളുപ്പത്തിലാണ് ചെയ്യുന്നത്. ചെറിയവനാകട്ടെ നട്ട്കട്ടാണ്, അതായത് കുസൃതിയാണ്. അവൻ എല്ലാ കാര്യത്തിലും പല സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നവനാണ്. ജട്ട്പട്ട് ബഡാധ, ജട്ട്പട്ടാണ് മൂത്തയാൾ. നട്ട്കട്ട് ചോട്ട, നട്ട്കട്ട് ചെറിയവനാണ്. ബഡാ കേവൽ 2 സാൽ ബഡാധ, അതായത് ഒത്തിരി മുതിർന്ന ആളൊന്നുമല്ല. ജട്ട്പട്ട് നട്ട്കട്ടിനേക്കാളും 2 വയസ്സ് മാത്രമാണ് മൂപ്പുള്ളത്. ചോട്ടാ കേവൽ 2 സാൽ ചോട്ട, ജട്ട്പട്ടിനേക്കാൾ 2 വയസ്സ് ഇളയവനാണ് നട്ട്കട്ട്. ദോനോ സ്കൂൾ മേ പഠിത്തേ, 2 പേരും സ്കൂളിൽ പഠിക്കുന്നു. झटपट 5वीं में,
ജട്പട്ട് 5ാം ക്ലാസ്സിലും നട്കട്ട് 3ാം ക്ലാസ്സിലുമാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. വേ ഏക്ക് ഗാവുമേ രഹത്തെ തെ, അവർ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. സ്കൂൾ ഉൻകെ ഗാവുമേ നഹീം, അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ല. ദൂർ ദൂസരെ ഗാവുമേം ഥാ, ദൂരത്തുള്ള മറ്റൊരു ഗ്രാമത്തിലാണ് സ്കൂളുള്ളത്. വഹാൻ തക് പൈദൽ ജാന പഡ്താ ഥാ और पैदल ही वापस आना पड़ता था. जाते समय रास्ते में उन्हें कई चीज़ें मिलती थी. पोखर, बरगद, खेत, बाग, നാല ഔർ നദി. അതായത് ഇവർ അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലേക്ക് പോകും വഴി തോടുകളും നദികളും ഒക്കെ കടന്നു വേണം അവർ സ്കൂളിലേക്ക് പോകാൻ. വാപ്പസ് ആനെ പർ ബി രാസ്തേമേ ഉനിയും കൈ ചീസേ മിൽത്തി. മടങ്ങി വരുമ്പോഴും ഇതേ വസ്തുക്കൾ അവർക്ക് കാണാമായിരുന്നു. ജട്പട്ട് തേജ് തേജ് ചൽത്താ ഥാ, നട്കട്ട് ധീരെ ധീരെ. ഈ ജട്പട്ട് വളരെ വേഗത്തിലാണ് നടന്നിരുന്നത്, നട്കട്ട് വളരെ പതുക്കെയും. ജട്പട്ട് ബർഗദ് തക് പहुंच जाता तब तक नटखट पोखर तक ही पहुंच जाता. അതായത് ജട്പട്ട് വളരെ വേഗത്തിൽ നടന്ന് വടവൃക്ഷത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും നട്കട്ട് കുളത്തിനടുത്ത് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ജട്പട്ട് ബാഗ് തക് പहुंच जाता, ജട്പട്ട് തോട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും നട്കട്ട് ഖേത്ത് തക് പहुंच जाता. അതായത് നട്കട്ട് വളരെ പതുക്കെയാണല്ലോ നടന്നു വരുന്നത്, അവൻ പല കാഴ്ചകളൊക്കെ കണ്ടാണ് വരുന്നത്, അതുകൊണ്ട് അവൻ വയൽ വരെ എത്തുകയുള്ളൂ. ജട്പട്ട് നദി തക് പहुंच जाता तब तक नटखट नाले तक ही पहुंच होता. ജട്പട്ട് നദിയുടെ അടുത്തെത്തുമ്പോഴേക്കും നട്കട്ട് തോടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. മാംഗി ഹിദായത്ത് ദി കി ജട്പട്ട് കോ ചോട്ടെ ഭായി കാ ധ്യാൻ രഖനാ ഹെ, നട്കട്ട് കോ അപ്പനെ സാത്ത് ഹി രഖനാ ഹെ. അതായത് അമ്മ ജട്പട്ടിനോട് പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ ചോട്ടെ ഭായിക്ക ധ്യാൻ രഖനാഹെ, അതായത് ചെറിയ അനുജനെ ശ്രദ്ധിക്കണമെന്ന് അമ്മ ജട്പട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. നട്കട്ട് കോ അപ്പനെ സാത്ത് ഹി രഖനാഹെ, അതായത് നട്കട്ടിനെ കൂടെ തന്നെ കൊണ്ടുപോകണം. ഇസ്ലിയെ ജട്പട്ട് കോ ആകെ നികൽ ജാനെ പർ പീछे മുടുക്കർ ദേഖിന പഡ്താ ഹെ. അമ്മ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ജട്പട്ടിന് മുൻപോട്ട് പോയാലും ഇടയ്ക്ക് തിരിഞ്ഞ് ഇവനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉന്നെ നട്കട്ട് കോ പുകാർക്കർ ജൽദി ഹി ചലനേക്കിലെ കഹന പഡ്ത, നട്കട്ടിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് നടക്കൂ എന്ന് ഇവന് ഇടയ്ക്ക് പറയേണ്ടതായി വരുന്നു. ജട്പട്ട് പരേഷാൻ ഹോ ജാത്ത ഔർ ഘർ ലൗട്ട്കർ മാം സെ ശിക്കായത്ത് കർത്ത, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട് അവൻ പതുക്കെ വരുന്നത് കൊണ്ടും ഇവൻ്റെ കൈ പിടിച്ച് ഈ ജട്പട്ട് നട്കട്ടിനെ കൂടെ നടത്താറുണ്ട്. ഇതിൽ പരേഷാൻ ഹോ ജാത്ത ഹേ ജട്പട്ട്, അതായത് ജട്പട്ടിന് അതൊരു ബുദ്ധിമുട്ടായി പോകുന്നു. ഒരേ സ്പീഡിൽ നടന്നാലല്ലേ ഒന്നിച്ചെത്തുള്ളൂ. ഇവിടെ ഒരാൾ അല്പനേരം കളിച്ചൊക്കെ നിൽക്കും. വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് പരാതിപ്പെടുകയാണ് ജട്പട്ട്. മാം ചോട്ടാ ബഹുത്ത് പരേഷാൻ കർത്തേ ഹേ, അമ്മേ ഇവൻ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ മറുപടി പറയാണ്, ചോട്ടാ ഹേന മാം മുസ്കുരാ ദേത്തി അവർ ബെഡേക്കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖനാ ഹി പഡ്താ ഹേ. അവൻ ചെറുതല്ലേ, വലിയവർ വേണം ചെറിയ ആൾക്കാരെ ശ്രദ്ധിക്കാൻ എന്ന് വളരെ സ്നേഹത്തോടു കൂടി അമ്മ അവനെ ഉപദേശിച്ചു.